നമസ്കാരം കൂട്ടുകാരെ, ഹാപ്പി സൺഡേ. കൂട്ടുകാരെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാണ് ഞാൻ വന്നത്. നമ്മളെല്ലാവരുടെ വീട്ടിലും ഈ വാട്ടർ ടാങ്ക് കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വാട്ടർ ടാങ്ക് ക്ലീനിങ്. അതൊരു 6 മാസം കൂടുമ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. 100% ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പം എൻ്റെ വീട്ടിലെ ടാങ്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ 3 മാസം മുമ്പ് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഈ 3 മാസം കൊണ്ട് നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എത്ര രൂപയാണ് വെറുതെ നമ്മൾ ചിലവാക്കി കളയുന്നത്. ജസ്റ്റ് ഒരു 600 രൂപ മുടക്കി കഴിഞ്ഞാൽ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് ഇവിടെ. അത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പം വീട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമ്മൾ ഈ ടാങ്ക് ശ്രദ്ധിക്കാറില്ല. എന്ന് വെച്ചാൽ ആർക്കും സമയമില്ല. ജോലി തിരക്ക്, രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, ഫ്രഷ് ആവുന്നു, അങ്ങ് പോകുന്നു. പക്ഷേ നമ്മളെ അസുഖങ്ങളിൽ കൂടുതലും ഈ ജലത്തിൽ കൂടെ വരുന്ന അസുഖങ്ങളാണ്. മനസ്സിലാവുണ്ടോ? അതായത് മഞ്ഞപ്പിത്തമായാലും സ്കിന്നിൽ വരുന്ന പ്രശ്നമായാലും വയറിന് വരുന്ന പ്രശ്നമായാലും എല്ലാം നമ്മൾക്ക് ഈ വെള്ളത്തിൽ കൂടെ വരുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഒരു ടീമിലൂടെ പോയ സമയത്ത് ഒരു വീട്ടിൽ എല്ലാവർക്കും ഡെയിലി പനി, ഛർദിൽ, സ്കിൻ പ്രശ്നം, അങ്ങനെ അവർ ഉണ്ടാക്കുന്ന ക്യാഷ് മുഴുക്കി ഈ ഹോസ്പിറ്റലിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രശ്നം എവിടെ അറിയാമോ? ഈ ടാങ്കിലാണ്. അതായത് ആ ടാങ്ക് CC ക്യാമറ ഇല്ലാതെ ചെക്ക് ചെയ്തപ്പോൾ അവർ ആ ടാങ്ക് വെച്ചിട്ട് 1 വർഷം അവർ അങ്ങോട്ട് മുകളിലോട്ട് പോവാറേ ഇല്ല. വെള്ളം തീരുമ്പം മോട്ടർ അടിച്ച് വെള്ളം എടുക്കുന്നു. സംഭവം ആ മൂടി പറന്നുപോയി. കാക്കയും പ്രാവും കുളിക്കുന്ന ഒരു സംഭവം വരുന്നത് അവിടെ. അങ്ങനെ ഒരു കാക്ക അതിൽ ചത്തുപോയി. ഇവരൊന്നും അറിഞ്ഞില്ല. ഇവർ ലാസ്റ്റ് ഈ വെള്ളത്തിൽ സ്മെല്ല് വരുന്ന സമയത്താണ് ഇവർ നോക്കിയ സമയം മൂടിയില്ല, കാക്ക ചത്തു കൊടുക്കുന്നു. അപ്പം അസുഖം എവിടെ നിന്ന് വരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വെള്ളത്തിൽ കൂടെ. നിസ്സാരമായിട്ട് നിങ്ങൾ തള്ളരുത്. ഒരു 3 മാസം കൂടുമ്പോഴും നിങ്ങളെ വാട്ടർ ടാങ്ക് നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിയിരിക്കണം. വെള്ളത്തിൽ കൂടെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ. പിന്നെ അവർ ആ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തു, എല്ലാം ഫ്രഷായി അടച്ചു. ഇപ്പോൾ അവർക്ക് യാതൊരു പ്രശ്നമില്ല. മനസ്സിലാവുന്നുണ്ടോ? വെറും 600 രൂപ മുടക്കാൻ മടിച്ചിട്ടാണ് വിട്ടുമാറാത്ത അസുഖങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ ഇപ്പോൾ 1000, 10,000 കൊടുക്കുന്നത്. ഒരു കാര്യമില്ലെന്നേ. നമ്മൾ എല്ലാ വീട്ടിലും വാട്ടർ ടാങ്ക് ഉള്ളതാണ്. മെയിനായിട്ട് അത് ശ്രദ്ധിച്ചോണം. പക്ഷികൾ വെള്ളം കുടിക്കും, ചിലപ്പോൾ അത് ചത്തു വീടും, ഒന്നും നമ്മൾ അറിയില്ല. ഒരു ഡെയിലി ഒരു 3 മാസത്തിലൊരിക്കൽ വാട്ടർ ടാങ്ക് നിങ്ങൾ മസ്റ്റായിട്ട് ക്ലീൻ ചെയ്യണം. നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ടീം തന്നെ ഉണ്ട് ഈ വാട്ടർ ടാങ്ക് ക്ലീനിങ്ങിന്. ഹോം ക്ലീനിങ്, അങ്ങനെ ഫ്ലാറ്റ് ക്ലീനിങ്, ഗണ്ടർ ക്ലീനിങ്, അങ്ങനെ ഒരുപാട് പേര് ഒരു ടീമുണ്ട്. ഞാൻ അവരുടെ നമ്പർ ഞാൻ അതിൽ മെൻഷൻ ചെയ്തേക്കാം. അവരെ വിളിക്കുകയാണെങ്കിൽ അവർ വീട്ടിൽ വന്ന് ഒരു 1.5 മണിക്കൂർ വർക്കേ ഉള്ളൂ. അപ്പോൾ ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ പൈപ്പ് വെള്ളമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. 3 മാസം കൂടുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തോ, അതിൽ ചെളിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്യണം. യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ വാട്ടർ ടാങ്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ജലമുണ്ടല്ലോ. ഇപ്പം എല്ലാവർക്കും തിരക്കാണ്, ടൈമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വന്ന് വെറുതെ 10,000-10,000 രൂപ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പല പല അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അവരെ ടീമിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുക. അവർ വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്ത് സൂപ്പറാക്കി തരും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ യൂട്യൂബിൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് പോണേ. താങ്ക് യു.